നമ്മുടെ ക്രിസാന്തസം പ്ലാന്റാണ്. നമുക്കിതിനെ കംപ്ലീറ്റ് ഒന്ന് ഫ്ലവർ കഴിഞ്ഞുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് വിട്ടിട്ട് അതിൻ്റെ കുറച്ച് നല്ല കമ്പുകളൊന്ന് നട്ട് നോക്കാം. ചിലപ്പോൾ സെറ്റായി കിട്ടും. കാരണം ഇത് ഹൈബ്രിഡൊക്കെയാണ്. നാടൻ വെറൈറ്റി നമുക്ക് ഈസി ആയിട്ട് മുളപ്പിച്ച് കിട്ടും. പക്ഷേ ഇതേപോലെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് പ്രശ്നം. അത്ര എളുപ്പത്തിൽ നമുക്ക് കിട്ടില്ല. ഇങ്ങനെ വെട്ടിക്കളയുമ്പോൾ സങ്കടമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്ലവർ കഴിഞ്ഞില്ലേ. അപ്പം നമുക്ക് കുറച്ച് മുട്ടുകളുണ്ട്. ഈ പ്ലാന്റ് പോകുന്നതോ ഈ മഴ കാരണം ഒന്ന് രണ്ട് പ്ലാന്റ്സൊക്കെ നല്ല പ്ലാന്റ് ചട്ടിയിലിരുന്നത് കംപ്ലീറ്റ് നമുക്ക് പോയി. അത് ഈ ഈർപ്പം നിന്ന് ഇതിന് വെയിൽ അത്യാവശ്യം വേണം. പക്ഷേ ഈർപ്പം ഒത്തിരി നിന്നാലും ഉണങ്ങാനും വെള്ളമാണ്. ഇല ഇങ്ങനെ കറുത്ത് പോകും. ഈർപ്പം അധികം ഇലയിലൊക്കെ വീഴുന്നു. മഴവെള്ളമൊക്കെ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴും ഇതിൻ്റെ ഇലയിൽ വീഴാതെ ഒഴിക്കുന്നതാണ് നല്ലത്. ഈർപ്പം നിന്ന പ്ലാന്റ് ഒരുമാതിരി ആയിപ്പോവും. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റിന് നമ്മൾ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇത്രയും കമ്പുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ എന്തായാലും നട്ട് നോക്കണം. മഴയത്തൊന്നും വെക്കാതെ അകത്ത് എവിടെയെങ്കിലും വെച്ച് ടെറസിൽ വെച്ച് നമ്മൾ ഏരിയക്കകത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കിയാൽ ചിലപ്പം ഈ പ്രാവശ്യം നമുക്ക് എല്ലാ പ്ലാന്റിനും കിട്ടണം. ഇത് നമ്മളിപ്പം കട്ട് ചെയ്ത പ്ലാന്റ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്ത വൈറ്റ് പ്ലാന്റാണ്. പക്ഷെ അതിൽ ഈ ഒരു പ്ലാന്റ് കണ്ടോ, അതിലൊരു ചെടി കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി. മറ്റ് രണ്ടെണ്ണം കുഴപ്പമില്ല. ഒന്ന് നല്ല തിളിർത്തൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ലാതെ അത് രക്ഷപ്പെട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നു, മഴ അധികം കൊള്ളാതെ. പക്ഷെ കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഉണങ്ങിപ്പോയത്. പ്ലാന്റ് പോയി. ഇപ്പോൾ ബാക്കിയെങ്കിലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ യെല്ലോ ഫ്ലവറാണ്. യെല്ലോ ഫ്ലവർ ക്രിസാന്തസമാണ് നമ്മൾ ഹെയർ കട്ടിന് വേണ്ടി വന്നിരിക്കുന്നത്. നമുക്കതിനെ കട്ട് ചെയ്ത് നിർത്താം. നമുക്ക് ആ ഫ്ലവേഴ്സ് എന്തായാലും ആദ്യമേ കളയാം. കുറച്ച് നല്ല ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷേ കൂടുതലും പോയി. ഈ മഴ വെള്ളം കയറിയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് നാളും കൂടെ നിന്നേനെ. ഈ പടിയിൽ വെച്ച് അധികം വെള്ളം വീഴില്ലെങ്കിൽ പോലും ഈ ഇടയ്ക്കുള്ള മഴ അടിപൊളി മഴയല്ലായിരുന്നു. എല്ലാ ദിവസവും ചറപറ മഴ. ഈ സൈഡ് ഇച്ചിരി കുഴപ്പമില്ല. പിന്നെ നമ്മൾ എന്തായാലും വെട്ടേലേ, കളയാം. ഫ്ലവർ കഴിയുമ്പോൾ വെട്ടി വീണം. പക്ഷേ ഇതെല്ലാം ഹൈബ്രിഡാണ് കേട്ടോ, നാടൻ വെറൈറ്റീസൊന്നുമല്ല. അതുകൊണ്ടാണ് നമുക്ക് കമ്പ് വെച്ച എല്ലാം ഒന്നും കിളിച്ചൊന്നും കിട്ടില്ല. മറ്റേ നാടനാകുമ്പം നല്ല പൊങ്ങിപ്പോകും നാടൻ വെറൈറ്റീസ്. ചിലർക്കിത് സെറ്റായി വരുന്നുണ്ട്. റൂട്ടിൻ ഹോർമോണൊക്കെ ഉണ്ടെങ്കിൽ അത് മുക്കിയിട്ട് കമ്പ് നട്ടാൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ല. പിന്നെ എന്തായാലും നമുക്ക് കണ്ട ഈ മഴ കാരണം കണ്ട ഈ ഇലയൊക്കെ കറുത്ത് പോയിരിക്കുന്നത്. ഒരുപാട് പ്ലാന്റ്സ് എന്താണ് പ്രശ്നം ഇതാണെന്നറിയില്ല. ഇനിയിപ്പം മഴ കുറച്ച് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാതെ മാറി നിൽക്കുന്നു. ഇനിയിപ്പം നമുക്ക് നോക്കണം എങ്ങനെയാവുമെന്ന്. ഇങ്ങനെ തന്നെ നിർത്തിയിരുന്നാലും മതിയല്ലേ. കൂടുതൽ കമ്പ് വെട്ടാതെ ഫ്ലവർ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് നിർത്തിയാലും മതി. വെറുതെ ഞാൻ വിചാരിക്കുന്നു മറ്റേതിൻ്റെ കമ്പെല്ലാം വെട്ടി. ഇത്രയും ഇതൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണ് ആക്ച്വലി. കണ്ട ഒടിഞ്ഞ് കിടക്കുന്ന കമ്പുകൾ മാത്രം വെട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ യെല്ലോ ഫ്ലവറിൻ്റെയും പ്ലാന്റിൻ്റെയും ഹെയർ കട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊന്ന് ലൈറ്റായിട്ട് വെട്ടിയിട്ടുള്ളൂ. ഞാൻ മറ്റേ പോലെ മുട്ടടിപ്പിച്ചില്ല. ഇത്രയും ബ്രാഞ്ചസ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്ക് നട്ട് നോക്കാം. നമുക്ക് ഗ്ലാസ്സിൽ നടാം. അപ്പം സെറ്റാവുമെന്ന് നോക്കാം. അപ്പം നമ്മുടെ പ്ലാന്റിനെ എല്ലാം കട്ട് ചെയ്ത് നിർത്തിയിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു വളം കൊടുക്കണം. എൻ്റെ കയ്യിലാണെങ്കിൽ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പമണ്ണൊക്കെ തീർന്നു പോയി. അപ്പോൾ പിന്നെ ഞാൻ തൽക്കാലം എൻ്റെ കയ്യിൽ നമ്മുടെ ഹ്യൂമിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഞാനത് ഒരു ചെറിയൊരളവെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ കുറച്ച് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മൂട്ടിൽ ഇത് വേരിനാണ് ആക്ച്വലി കൊടുക്കുന്നത്. എന്തായാലും
ഒന്നും കൊടുക്കാതിരിക്കുന്നേക്കാളും നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ തൽക്കാലം ഹ്യൂമിക് ആസിഡ് എടുത്തത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ മറ്റ് പ്ലാന്റ്സിനും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ റെഡ് ഫ്ലവറൊക്കെ ആക്ച്വലി നേരത്തെ കട്ടിങ് കഴിഞ്ഞ് അടുത്ത സെറ്റ് ഫ്ലവർ വന്നതാണ് കേട്ടോ. അടുത്ത സെറ്റ് വന്നാൽ അവർ കുഴപ്പമില്ല നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഇവരെ ഇനി കട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ബാക്കി ബ്രാഞ്ചസൊക്കെ ഒന്ന് നടണം. നമുക്ക് തന്നെ അത് നോക്കാം. നമ്മളങ്ങനെ പ്ലാന്റ്സൊക്കെ നട്ടു. വിചാരിച്ചപ്പോൾ നമ്മൾ ചെറിയ കപ്പിൽ മണ്ണ് നിറച്ചിട്ട് ജസ്റ്റ് ഊന്നി വെച്ചിട്ടുള്ളൂ. ഇതിൽ പലതും കിളിക്കില്ലെന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതേപോലത്തെ കമ്പുകളിലൊന്നും ബ്രാഞ്ചസ് വരാൻ കാര്യമായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ ഫ്ലവർ വന്നൊരു ഭാഗമാണ് വെച്ചത്. പിന്നെ കിളിച്ച് വരണമെങ്കിൽ വരട്ടെ എന്നുള്ളതിൽ ഞാൻ നട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇതേപോലെ വലിയ കമ്പുകൾ നട്ടാൽ ചിലപ്പം കുറച്ചും കൂടെ വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന് ഞാൻ പറയാം പിന്നീട്. മുമ്പ് നട്ടിരുന്നത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് മുമ്പ് നട്ടിരുന്നത്. ചില കമ്പൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി, ചിലത് നിൽക്കണതിൽ എനിക്ക് ചെറിയ പ്രതീക്ഷയുണ്ട്. പിന്നെ ഇത് നോക്ക്, ഈ കമ്പ് അടിയിൽ നിന്ന് ചെറിയ തുളിര് വരുന്നുണ്ട്. ചിലപ്പോൾ അത് സെറ്റാവും. പിന്നെ ഇതൊക്കെ പോയി. അപ്പോൾ നമുക്ക് ഒന്നും അങ്ങോട്ട് ചിലപ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കമ്പും വിടാതെ എല്ലാ കമ്പും നട്ടത്. ഏത് കിളിച്ച് വരണോ അത് വരട്ടെ എന്നുള്ള ഇതിലാണ് നട്ടിരിക്കുന്നത്. ഇതെങ്കിലൊക്കെ രക്ഷപ്പെട്ട് വരും. ഇതൊക്കെ ഉണങ്ങിപ്പോയി. ബാക്കി ഇത് എനിക്ക് ചെറുതായിട്ട് അടിയിൽ നിന്ന് തുള്ളിയിട്ട് വരുന്നുണ്ട്. അത് അനക്കിയാൽ ചിലപ്പം പോവും. ബാക്കി നമുക്ക് നോക്കാം. ബാക്കി ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. നോക്കാം, ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ ഹാപ്പി. ഇതിന് മുമ്പ് ഞാൻ ഇത് ഞാൻ മുമ്പ് നട്ടിരുന്നതാണ്. ഇതേപോലെ കമ്പൊടിഞ്ഞ്, അത് വലിയ കമ്പായിരുന്നു, ഒടിഞ്ഞു പോയി. അടിയിൽ നിന്ന് ഇപ്പോൾ കുറേ ബ്രാഞ്ചസ് വന്നിട്ട് അതിലെല്ലാം മുട്ടുകളൊക്കെ വന്ന് ചെറിയ മുട്ടുകളും പൂക്കളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് നട്ടതാണ്. ഈ കമ്പ് ഇത്രയും നീളമുള്ള, ഇത്രയും വലിയൊരു കമ്പൊക്കെ നട്ടാൽ കിളിക്കും. ഇതേപോലത്തെ കുഞ്ഞു കമ്പ് ഇതിപ്പം ഞാൻ വെച്ചാണ്. ഇതൊന്നും കിളിക്കൂല സത്യം പറഞ്ഞാൽ. കാരണം അതൊരു മുട്ട് വന്നതിൻ്റെ ഒരു ചെറിയൊരു ബ്രാഞ്ചാണ്. ഇത് വെറുതെ ഞാൻ ഊന്നി വെച്ചെന്നുള്ളൂ. ഇനി അഥവാ കിളിച്ച് കിട്ടിയാലോ എന്നൊരിതില്ല. നോക്കാം. നമുക്ക് ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് ഡൗട്ട് നമുക്ക് കിളിച്ച് കിട്ടുമോ എന്നുള്ളത്. മറ്റേ നാടനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിയിൽ നിന്ന് തന്നെ മണ്ണിനോട് ചേർന്നുള്ള ഭാഗത്ത് വേര് വരും. എൻ്റെ നാടൻ വെറൈറ്റീസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഭാവിയിൽ ഷോർട്സിലിടാം, ഉണങ്ങിപ്പോയോ ഒരെണ്ണമെങ്കിലും കിളിച്ച് കിട്ടിയോ എന്ന്. അപ്പം അതുവരേക്കും ബൈ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.